നമുക്കൊരു ട്രിപ്പ് പോയാലാ? വർക്കല പോയാലാ? എന്നാൽ നമുക്ക് കന്യാകുമാരി വരെ ഒരു റോഡ് ട്രിപ്പ് പോയാലാ? അവിടെ വെയിലില്ലല്ലേ? അപ്പം എന്നാ പിന്നെ അവിടെ പോകാം. വെയിലില്ലാതെ പോകാൻ പറ്റുന്ന സ്ഥലം എവിടെയുണ്ട്? നമുക്ക് ഏതെങ്കിലും കാട്ടിൽ പോയാലോ? ഫോറസ്റ്റ് ഏരിയ പിടിക്കാന്. അതെ. എന്നാ പൊന്മുടി നോക്കിയാലോ? ഓക്കെ. പൊന്മുടിയോ? പൊന്മുടി എങ്ങനെയുണ്ട്? എനിക്കൊന്നും ഹലോ ഗായ്സ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? പൊന്മുടി. അപ്പൊ നമ്മൾ ഇന്ന് പൊന്മുടിയിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു. റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ പോവുകയാണ് ഗായ്സ്. Searching for solace, but they're hard to find. അപ്പൊ ഗായ്സ്, നമ്മളിതാ പൊന്മുടിയിലേക്കുള്ള വഴിയില് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം വണ്ടി ഓടിച്ചപ്പോൾ ക്ഷീണിച്ചല്ലേ? ക്ഷീണിച്ചപ്പോഴത്തേക്കൊന്ന് കുറെ കാലമായി ലോങ് ആയിട്ടൊന്ന് പോയിട്ട്. അപ്പം ഇവിടെ വഴിയിലെത്തിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ക്ഷീണിച്ചാടാ? പിന്നെ നീ എന്താ ക്ഷീണിക്കാൻ? നീ പിറകിരിക്കില്ലായിരുന്നോ? പിറകിരുന്ന ക്ഷീണിക്കത്തില്ല. എന്റെ ഓട്ടിപ്പ് അങ്ങനെയല്ലേ? ഇതിപ്പോ ഏതാ സ്ഥലം? ഏതാണ്? വിതിര്. ഓക്കെ, വിതിര് എത്താറായല്ലേ? വിതിര് എത്താറായി. ഇവർക്ക് മുമ്പുള്ളൊരു സ്പോട്ടില് നിൽക്കുവാണ് ഗായ്സ്. ഇന്നെന്താ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? സാധാരണ എങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന അല്ലല്ലോ അല്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കടാ. നമുക്ക് എന്തെങ്കിലും വൈബായിട്ട് കഴിക്കാം. നീ വൈബായിട്ട് കല്യാണം കഴിക്കാൻ പോവല്ലേ? അല്ലേ? കല്യാണം കഴിക്കുന്നത് പിന്നെയല്ലേടാ, ആദ്യം ഫുഡ് കഴിക്കാം. അതെ. ഇപ്പഴല്ലേടാ നല്ല നാടൻ ഊണ് കിട്ടുന്നത്? ഇപ്പഴല്ലേടാ 15 അപ്പവും മറ്റേ കറിയും കഴിച്ചത് നീ? അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേടാ? ആഹാ. ഇഞ്ചത്തെ വിശക്കുന്നുണ്ടാ? വിശക്കുന്നില്ല. അതെ, നിനക്ക് വിശക്കുന്നുണ്ടോ? പൊന്മുടിന് താഴെ ഒരു അമ്മച്ചിയുടെ കടയുണ്ട്. അമ്മച്ചിയുടെ കടയിൽ പോവാം. നമുക്ക് നല്ല എന്തിനാ മോരിപ്പൊ കുടിക്കുന്നത്? മോര് കുടിക്കുന്നത് നല്ലതാണ്. എന്തിനാ മോര് കുടിക്കുന്നത്? നല്ലതാണ്, ദാഹം മാറാനും ഡീഹൈഡ്രേഷൻ മാറുമെന്നാണ് പറയുന്നത്. അതെ. ഓട്ടിക്കുന്ന ബോധം വരാനും അത് നല്ലതാണ്. അതെ. ഓക്കെ. അപ്പൊ നമുക്ക് പോവാം, യാത്ര തിരിക്കാം. ഇതിലെ പാലം ക്ലോസ്ഡ് ആണെങ്കിൽ റോഡ് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പം നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു. അതെ. അപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് ബൈക്കിന് കുഴപ്പമില്ല, നമ്മുടെ ബൈക്കിലല്ലേ പോണം, അപ്പൊ സീനില്ല. ഓക്കെ. അംജിത്ത് ആരെ കോൾ ചെയ്യുന്നുണ്ട് അല്ലേ? പൈപ്പില്ല. അപ്പൊ ഗായ്സ്, നമ്മളിതാ വിതിര് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വിതിര് ഇനി ഇതാ പൊന്മുടി 23 കിലോമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത് ഗായ്സ്. പൊന്മുടിയുടെ ഒരു അടിഭാഗം എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ വിതിര് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇനി അങ്ങോട്ട് ഹെയർ പിൻസ് ആയിരിക്കും. ഹെയർ പിൻസ് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്, അല്ലേ? റെഡി അല്ലേ? റെഡിയാണോ അംജിത്തേ? ഓക്കെ. പോവാം. Hear me calling, missing the days when we danced under lights. Now I'm just wandering through the sleep. അപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്ക് പോകാൻ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്നും നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. നാരങ്ങ വെള്ളം പറഞ്ഞാടാ. എങ്ങനെയുണ്ട്? ഉപ്പാണോ? എന്ത്? ആയിക്കോട്ടെ. നമ്മൾ വന്ന വഴിയിൽ തിരിഞ്ഞു പോയിരിക്കും അല്ലേ വണ്ടികളെല്ലാം? ഈ വൃത്തികെട്ട എക്സ്പ്രഷൻ ഒന്ന് മാറിയിരുന്നേ കൊള്ളായിരുന്നു. നിന്റെ തന്നെ. അതെ, എനിക്കുള്ളതാ. നല്ല വെയില്. കിട്ടുന്നൊരു. പക്ഷെ ഇത്രയും നേരം നമ്മൾ മോര് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നത്. പക്ഷെ മോര് ഇതില്ലേ
പല കടയിൽ കയറിയിട്ട് മോര് കിട്ടിയിട്ടില്ല. മഴ ആയതുകൊണ്ട് കിട്ടത്തില്ല. ആണല്ലേ? അങ്ങോട്ട് പോയാലും ഇനിയും കിട്ടത്തില്ല. കിട്ടത്തില്ല. അവനാണെങ്കിൽ മോര് കുടിച്ചോളാൻ വയ്യ, എങ്കിലും അവന് ഏതാ ഇത്? റബ്ബർ കണ്ടറിഞ്ഞൂടെ? ഇത് റബ്ബറല്ലേ? അതിന്റെ താഴെ കാപ്പി. ഇത് കാണുന്ന കാപ്പിയാണ്. അല്ല ഇത് കാപ്പിയല്ലേ? ഇത് ചേച്ചി ഇത് കാപ്പിയല്ലേ? ആ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കാപ്പിയാ. ഗൈസ്, അപ്പം നമ്മളിതാ പൊന്മുടി പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാ കയറിയിരിക്കുകയാണ്. ഇത് ശാന്തമ്മയുടെ തട്ടുകട. നമ്മൾ പല റീലിലും കണ്ട ഷോപ്പാണ്. അവിടെ നമ്മൾ ഇതാ ഊട് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഗൈസ്. ചോറ് ചോദിച്ചായിരുന്നോ? ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഈ ഒരു തട്ടുകട വരുന്നത് കല്ലാറിന്റെ തീരത്താണ്. നല്ല വെള്ളം ഉണ്ടല്ലേടാ? അതെ, കാണിച്ചു തരാം ഗൈസ്. ഒരുപാട് കല്ലുണ്ട്. അതിനുണ്ട് രണ്ടാണ് ഈ പേര് കല്ലാറെന്ന്. ഈ മുകളിൽ കാണുന്നതാണ് പൊന്മുടി. ഈ മലയിലാണ് നമ്മൾ കയറേണ്ടത്. കണ്ട, ഇവിടെയാണ് കയറേണ്ടത്. ആ അതെ, ഇത് പൊന്മുടിയാണ് ഈ കാണുന്നത്. കൊള്ളാല്ലേ? എന്തെന്ന് തോന്നുന്നു സുമിത്തെ? നമ്മളതിന് വണ്ടി ഉണ്ടല്ലോ. കൊള്ളാല്ലേ? ഈ ഒരു ആംബിയൻസ് നിന്നിട്ട് ഫുഡ് കഴിക്കാൻ നൈസ് ആയിരിക്കും അല്ലേ? ഇതുപോലെ ഒരു സെറ്റപ്പ് നമ്മുടെ വീട്ടിനടുത്തും കൂടെ തുടങ്ങിയിരുന്നേ കൊള്ളായിരുന്നു. പക്ഷെ വീട് കുളം തോണ്ടി കല്ലാറാക്കണം. ചില സമയത്ത് സുമിത്തിന്റെ തമാശയായിട്ട് വെച്ച് അടിച്ചു കൊടുക്കാൻ തോന്നും. അതെ, ഇത് നമ്മള് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. അച്ചാർ, തോരൻ. ഓരോ ദിവസം ഓരോ കറികളാണല്ലേ? അത് ശരി. ആ അതെ, KSRTC. അവരിവിടെ ഇറങ്ങുമല്ലേ? പാഴ്സലും ഉണ്ടോ? സലാഡ് അല്ലേ? സലാഡ്, അവിയല്, തോരൻ, അച്ചാർ. മാങ്ങാച്ചാറല്ലേടാ? നാരങ്ങ അച്ചാർ. ഓക്കെ ഓക്കെ, കുറച്ച് ചോറ് മതി. ശരി. എന്താണ് മാങ്ങയാണോ? മാങ്ങ ഉപ്പിട്ടല്ലേ? ബീഫ് കഴിക്കും, പക്ഷെ നമുക്ക് മീന് പോലെ. മീന് ഇന്ന് നമുക്ക് മീന് മതി. രാവിലെ ബീഫ് ബീഫ് ആണോടാ? ഇവിടെ സ്പെഷ്യൽ ഐറ്റം എന്താണ്? ഓ, പരിപ്പ് വേണ്ട. അംജിത്തിന് കഴിക്കൂലേ പരിപ്പ്? ഓ കഴിക്കും, കുറച്ച് മതി. അതെ അതെ അതെ. ആ ഏത് മീനത്? ഫിഷ് ഫ്രൈ. ഓക്കെ, അതെ. ഐ മീൻ ഫ്രൈ. മതി മതി മതി. ബീഫ് എടുത്തോ. ആ സുമിത്ത് ബീഫ് എടുത്തോ. അപ്പൊ നമ്മള് കഴിക്കാൻ പോണ ഗൈസ്. കഴിക്കട്ടെ. ഞാൻ നേരിട്ട് നാളെ ഡീൽ ചെയ്ത് തരാം. ഞാൻ വരുമോ? കൊള്ളാം. ശരി. അമിത് എങ്ങനെയുണ്ട്? വീട്ടിൽ പോകണല്ലേ? അതെ, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാതെ പോവാ നീ. ഇവിടുത്തെ കാശ് കൊടുത്തില്ലെങ്കിൽ നിന്റെ പൂമ്പിടിച്ചാൻ പാട്ടും. എന്താണ് മീൻ ചാറാടാ? കപ്പ എടുത്തില്ല. അതെ, ഞാൻ എടുത്തില്ലെന്ന് വരുന്നത്. കടയായിട്ട് തുടങ്ങിയിട്ട് എത്ര കൊല്ലം വരും? 27 വർഷം. 27 വർഷം അല്ലേ? പിന്നെ
സങ്കടപ്പെട്ട് പോണത്. അതെ കിട്ടാതെ പോവല്ലേ. പിന്നെ ഫാമിലിയായിട്ടൊക്കെ പോകാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരുമല്ലോ. അന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്പർ കൊണ്ടുപോകും. അവർ 6 മാസം കൂടുമ്പോൾ ടൂർ വരുമ്പോഴത്തേക്ക് വിളിച്ചു പറയാം. നേരത്തെ വിളിച്ചു പറഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റൂല്ലേ? അല്ല അവര് പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ വരുന്നവർക്ക് എങ്ങനെ കൊടുക്കും? പ്രതീക്ഷിക്കുമല്ലോ. കൊള്ളാം. വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞല്ലേ? വിറവടുപ്പിലാണ് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഉണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ, കാണാം. ഓക്കെ, ഇറങ്ങട്ടെ. ശരി. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന അലുമിനിയം എടുത്തോ. ഇതൊക്കെ ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിറവ് സെറ്റ് ചെയ്യാം. നമ്മൾ ഇറങ്ങട്ടെ. ശരി, ഓക്കെ. അയ്യോ, ഇതാ നല്ല മഴ വരാൻ പോവുകയാണ്. മഴ പെയ്തു തുടങ്ങിയല്ലേ? വൈബ്. ഓ, പൊന്മുടി കയറുമ്പോഴത്തെ അത്യാവശ്യം മഴ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. As I drift away. അപ്പോൾ നമ്മളിതാ പൊന്മുടി ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഗൈസ്. 3 ആൾക്കും 2 വണ്ടിക്കും കൂടെ 160 രൂപയാണ് ആയത്. സുബിത്തെ ഇത് വെച്ചോ. മൂവി ക്യാമറ 500. കുഴപ്പമില്ല, നമ്മളെ മൊബൈൽ ക്യാമറ ഇല്ലേ, അത് ഇതില്ല. കുഴപ്പമില്ല. ഓക്കെ, ഇത് കല്ലാറ് നദിയാണ് ഈ സൈഡിൽ കൂടെ ഒഴുകുന്നത്. അങ്ങോട്ട് ഇപ്പൊ ഇറക്കത്തില്ല. അപ്പൊ അങ്ങോട്ടെ മാരേജ് ആൽബം കവറേജ് ഉണ്ട്. അപ്പൊ നിന്റെ കല്യാണത്തിന്റെ കവറേജ് ഇവിടെ നടത്താം. എങ്ങനെയുണ്ട്? എന്തുണ്ട്, നമുക്ക് 4 ഇത് സൗജന്യമായിട്ട് എടുക്കാം. അത് ശരി. 3 മണിക്കൂർ വിസിറ്റിംഗ് ടൈം ഉള്ളൂ. ഓക്കെ, പോവാം, നമുക്ക് കയറാം. വിസിറ്റ് ടൈം. അപ്പൊ വെൽക്കം ടു പൊന്മുടി. Every street we roamed now feels so alone. The joy we once had turned to silence and stone. I keep looking back, hoping time rewinds, but the past is a shadow. It's cruel and unkind. I'm chasing the memory. നിർത്തിയത് എങ്ങനെ? എന്തിനാ? കണ്ടപ്പോ നല്ല രസമുണ്ടിരിക്കും. നല്ല രസമുണ്ടല്ലേ ഇവിടെ? ആൾക്കാരെയൊക്കെ കണ്ടത്. അതെ, ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. മറ്റേ തേയില ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ്സ് ആണ് കാണുന്നത് അല്ലേ? ഇത് അവിടെ കുഞ്ഞ് വെള്ളച്ചാട്ടം നോക്കിയാണ് അവിടെ. കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയാണ്? കുഞ്ഞു വെള്ളച്ചാട്ടം. എവിടെ? അത് ഓടയല്ലേ എടാ? തന്നെ. സുഹൃത്ത് ചായ വേണോ? ഗോൾഡൻ പീക്ക് ടീസ്റ്റ് ആണ്. തിരിച്ചു വരുമ്പോ കുടിക്കാം അല്ലേ? അതെ. തേയിലക്കൊക്കെ എങ്ങനെയാണ് വില നമുക്ക് നോക്കിയാലോ? നോക്കാം, വൈബല്ലേ? തേയില എത്ര ചേട്ടാ? തേയില എത്ര? ഇത് ഫസ്റ്റ് ക്വാളിറ്റി. ഇത് സെക്കൻഡ് ക്വാളിറ്റി. അത് സെക്കൻഡ് ക്വാളിറ്റി. ഇത് ഫസ്റ്റ് ക്വാളിറ്റി. ഓ ശരി. ഇത് ബ്രാൻഡ്, ഇത് പൊന്മുടി ടീ ഇല്ല, ഇത് മറ്റേ ഇതാ നമ്മുടെ ഗ്രീൻ ടീയുടെ ആണെന്ന് തോന്നുന്നു. 200. വീഡിയോ എടുക്കുന്ന യൂട്യൂബ് ഇല്ല, തിരിച്ചു വരുമ്പോ മേടിക്കാം. എന്തായാലും കേറാൻ പറ്റൂല. ഇത് മറ്റേ മസാലയല്ലേ? പിന്നെ കുന്തിരി. അയ്യോ സോറി, ഇപ്പഴത്തെ കറി കിട്ടണവേ. അല്ല, ഞാൻ വിചാരിച്ചേ കല്ലിൽ നിന്നുണ്ട്, പാറക്കല്ലിൽ നിന്നുണ്ടാക്കുന്ന മസാല നമ്മള് കൊടൈക്കനാൽ പോകുമ്പോ എണ്ണം കിട്ടും. അതാണെന്നാ വിചാരിച്ചത്. മുടിയൊക്കെ ഒരുമാതിരിയായി ഹെൽമെറ്റ് വെച്ചിട്ട്. നമ്മളൊരു തേയില കടയില് തേയില മേടിക്കാൻ വേണ്ടി ഇങ്ങനെ
ചുമ്മാ മേടിക്കുന്നില്ല, മേടിക്കാൻ വേണ്ടി വിലയൊക്കെ ചോദിച്ച് നിൽക്കുവാണ്. പൊന്മുടി പോകുന്ന വഴിക്ക് ഒരു വൈബ് സ്പോട്ട് അല്ലേടാ? അതെ അതെ, ഉള്ള കുറേ ദൂരം ആള് അനക്കമൊന്നും ഇല്ലാതെ നമ്മൾ ഓടിച്ചത്. ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെ കണ്ട് അങ്ങനെ നിർത്തിയതാണ്. 70 രൂപ. ഇത് ചായപ്പൊടി ഇത് വെച്ച് ചായ ഇടാടാ. ചായപ്പൊടി വെച്ച് ബിരിയാണി ഉണ്ടാക്കാം. ഗ്രീൻ ടീ അറിയാം. ആ വരുമോ? ഓക്കെ. കാരണം എത്ര 400 ഉണ്ടെങ്കിലോ എത്രയും പെട്ടെന്ന് 100 വേണം കിടക്കും. അത് ശരി. ഇതിനാണ് 500. പിന്നെ ഒരാഴ്ച കഴിച്ചിട്ട് അത് മതിയാക്കണം. ആ ചേച്ചി ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ നമ്മളൊന്ന് പോയിട്ട് തിരിച്ചിറങ്ങി വരാം. പോയിട്ട് വരുമ്പോ മേടിക്കാം ചേട്ടാ. അല്ല ഇപ്പൊ എന്തായാലും അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക് കവറൊക്കെ ഉള്ളതല്ലേ. അതുപോലെ നമ്മളതില് സൂക്ഷിക്കാൻ വേണ്ടിട്ടേ ബാഗും കാര്യങ്ങളല്ല. അപ്പൊ തിരിച്ചു വരുമ്പോ മേടിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് തിരിച്ചു വരുമ്പോ മേടിക്കാം. അതെ, നമ്മുടെ യാത്ര തുടരുകയാണ് അല്ലേ? സുമിത്ത് ടയേർഡായോ? ഒട്ടും ടയേർഡായില്ല. അംജിത്ത് ടയേർഡായോ? It's no wonder wandering through the sleepless nights. The laughter is gone, but the pain's here to stay. Lost in my thoughts as I drift away. പൊന്മുടിയുടെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അല്ലേടാ സുമിത്തേ, നിനക്കെന്താ സന്തോഷമില്ലാത്തത്? ഇല്ലടാ, സന്തോഷം ഇല്ലാത്തതാ? ഫുഡ് കഴിച്ച ഓവറായെന്നാ തോന്നിയത്. അതെ, ഒരു നല്ല വഴിക്ക് പോകുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ച് കഴിക്കുന്നതാ. നിനക്കെന്ത് തോന്നുന്നുണ്ടാ? അല്ലേ, നല്ല തണുപ്പുണ്ടല്ലേ? കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് മഞ്ഞിറങ്ങി തുടങ്ങി തോന്നുന്നു. കോടയും കൊടയൊന്നും അല്ല തോന്നുന്നു, താഴത്തെ ഏതാ ഹോട്ടലിൽ നിന്നുള്ള പുകയാണെന്ന് തോന്നുന്നു അല്ലേ? ചളി അടിക്കാതെ പോടെ അടിയ. അതെന്താ സംഭവം അറിയോ? അത് പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് അങ്ങനെ എന്തോ. പോസ്റ്റ് അല്ല, പിന്നെ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് റിസർച്ച്. ഓ ഐ ശരി, പണ്ഡിതനാണല്ലേ? പണ്ഡിതനാണ്. ഓ ഐ ശരി. പോയാല് കടത്തി വിടൂല, അതുവരെ നമുക്ക് കാണാൻ പറ്റും. അത് ശരി. അപ്പൊ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടന്ന് കാണാം. എന്തായിരുന്നു ഗൈസ്? അങ്ങനെ തന്നെ ആവട്ടെ ഗൈസ്, വണ്ടി എടുത്ത് ഗൈസ്. ഇനി ഒരു കാര്യം, ഇനി ബ്ലോഗിൽ നമുക്ക് ഗൈസ് എന്ന് പറയണ്ട. അപ്പൊ അതിന് പകരം എന്ത് പറയാം? ഗൈസ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഗൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരെയാണ്, നമ്മുടെ വ്യൂവേഴ്സിനെയാണ്. സമിത്തെ വണ്ടി കയറും. അപ്പൊ ഗൈസ് നമ്മള് വണ്ടി എല്ലാം പാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നടക്കാൻ പോവുകയാണ്. മഴ ചാറുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഉറക്കുന്നില്ലല്ലേ? എന്താ സൗണ്ട് കേൾക്കുന്നു? ഇവിടെ ഒരു നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ? കാറ്റാണല്ലേടാ? കാറ്റാണോ മഴ വരുന്നേണാ? ഓക്കെ, അപ്പൊ ഇനി സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞായിരിക്കും നമ്മളിനി വ്ളോഗ് തുടങ്ങുന്നല്ലേ അല്ലേ? ഇനി ഗായ്സ് നമ്മൾ പറയത്തില്ല. അപ്പം നമ്മള് പൊന്മുടിയുടെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. അപ്പൊ ഈ പുറകിൽ കാണുന്ന എന്താണ്? ഈ ഒരു മൃഗത്തിന്റെയാണ്, വരയാടാണ്. വരയാടാണ് നമ്മുടെ പൊന്മുടിയുടെ ഒരു ഐക്കോണിക് സിമ്പിൾ ആണല്ലേ? അല്ലേ? ഡബിൾ ഹോണ്ട് ശരി. സിംഗിൾ ഹോൾഡ്. സുമിത്തെ, റോക്സ് ആർ സ്ലിപ്പറി, കെയർഫുൾ കേട്ടാ. തെറ്റുന്നുണ്ടെന്നാണ്, സൂക്ഷിച്ച് കയറുക കേട്ടാ. തിരക്ക് കുറവാണ് തോന്നല്ലേ? വലിയ ആൾക്കാരൊന്നും ഇല്ല. ഇങ്ങോട്ട് അങ്ങോട്ട് പോവാം. അത് ഇവിടെ മണ്ടേ കയറണം. നിനക്ക് എവിടെ കയറണം? നീ പറ, നിന്റെ ഇഷ്ടം. ആ ടോപ്പിക് കയറാം. ഓക്കെ, സൂക്ഷിക്കാരനെ പാറ തെറ്റുന്നത് എന്നാണ് പറയുന്നത്.
പിടിക്കണോ? വെച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം. നന്നായിട്ട് കിടക്കുന്നുണ്ടല്ലോ സുമത്തെ. കൊറേ നാളായില്ലേ ഈ പാറപ്പുറത്തൊക്കെ കയറിയിട്ട്. അതെ, വല്ലപ്പോഴൊക്കെ കയറണം. എന്നിട്ട് നീ പറയുന്ന നീ കിടക്കുന്നുണ്ട്. ഞാൻ കിതക്കുന്നില്ല, അത് കാറ്റടിക്കുന്നേ. പൊന്മുടിയുടെ ലോങ് വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ? പൊളി. കുറച്ച് കോടയും കൂടെ വേണമായിരുന്നല്ലേ? കുറച്ച് കോടയും കൂടെ വേണമായിരുന്നല്ലേ? 2 മണി 3 മണിക്ക് ആകുമ്പോഴത്തേക്കാണ് കോട. 1:30 അല്ലേ? അവിടെയൊക്കെ ഇങ്ങോട്ട് വരും, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക്. അതെ അതെ, ഐസ്ക്രീം കഴിക്കണേ അവിടെ പോയാ? അതെ, തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ലതാണല്ലേ? തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാം, മഴയത്താണ് ഐസ്ക്രീം കഴിക്കാൻ നല്ലത്. അതെ, മഴ ഇപ്പൊ പെയ്യും. മഴ പെയ്യും. സുമിത്തെ, നീ കിതക്കുന്നുണ്ട് നല്ലതായിട്ട്. ഞാൻ കിതക്കുന്നുണ്ട്, നീ കിതക്കുന്നില്ലേ? അവന്റെ കഥത്തിൽ സൗണ്ട് കുറവാണ്. അതെ, ഇതിന്റെ വിഷ്വൽസ് ആണ് കാണുന്നത്. കഴിഞ്ഞ ഓ, അത് നമുക്ക് വിഷ്വലിട്ട് കാണിക്കട്ടെ അല്ലേ? അതെ അതെ, നശിച്ചു. മിഴിയറിയാതെ എടുക്കടാ. എന്തോന്ന് എടാ എടുക്കടാ, ഒരു മിഴിയറിയാതെ എടുക്കടാ. അതിലെ കുഞ്ഞക്കോ കിടക്കുന്നില്ല, കിടക്കല്ലേടാ, എടുക്കടാ. അയ്യോ മക്കള് അത്രയും വേണ്ട. വീഡിയോ എടുക്കാൻ വേണ്ടി കിടക്കുകയാണ്. പ്രതീക്ഷിച്ചത് വേറെന്തോ ആണ്. അതെ, ഇതാണ് ഇവന്റ്. നമുക്ക് എവിടെ ആദ്യം പോകുന്നത് ഉള്ളത് പൊന്മുടിയിൽ. ഇതാണ്ട് നമ്മൾ ഏകദേശം സെന്റർ പിടിച്ച് നിൽക്കുവാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ ഐഡിയ പറ. ഒരുത്ത അങ്ങോട്ട് പോകും, നീ അങ്ങോട്ട് നോക്ക്. അതല്ല ഇങ്ങോട്ട് നോക്ക്. ഈ കാപ്പിരിക്ക് അങ്ങോട്ട് പോണോ? അതെ, ഞാൻ പറയാം. അതിപ്പോ അവിടെ പോണോ അതോ ഇവിടെ പോണോ അതോ പോണോ? അവിടെ പോയാൽ നമുക്ക് ഐസ്ക്രീം കിട്ടും. അത് വളരെ അടുത്താണ്. എന്റെ പൊന്നംജിത്തെ, നീ അങ്ങോട്ട് നോക്ക്. നീ ഇങ്ങോട്ട് നോക്ക്. അവിടെ കേറ്റൂല. എടാ അങ്ങോട്ട് നോക്ക്. അവിടെ അറ്റ്ലീസ്റ്റ് അങ്ങോട്ടെങ്കിലും നോക്കണേ. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഒരു കാര്യം ചെയ്യാം, ഓരോരുത്തർ ഇരിക്കില്ല, അവരെ നമ്മൾ ശല്യപ്പെടുത്തുന്ന എന്തിനാണ്? അതെ, അവിടെ നമുക്ക് പോയാൽ കോട ഉണ്ടെങ്കിൽ ആ വാച്ച് ടവർക്ക് കാര്യമുള്ളൂ. വരുമല്ലോ. എനിക്കൊരു സംശയമുണ്ട്, വാച്ച് ടവർ ഫുൾ കയറാൻ പറ്റുമെന്ന് സംശയമുണ്ട്. ആദ്യത്തേല് മാത്രമേ കയറുന്നുള്ളൂ. അപ്പൊ അതുവരെ പോവാ. അതിപ്പോ എന്റെ ഫോണിൽ നോക്കാലോ. പൂച്ച വിട്ടി കിടക്കണം. അല്ല, കയറാൻ പറ്റുന്നുണ്ടോന്ന് ഇതിലിപ്പോ നോക്കാലോ. ടെക്നോളജിയാ. എങ്ങനെയാടാ നോക്കുന്നത്? അതെ അതെ. ഓ, പറ്റത്. എടാ, അതിലത് കേറുന്നുണ്ട്. നഗ്ന നേത്രങ്ങൾ വരെ കൊണ്ടുപോയി കാണാൻ പറ്റുന്നുണ്ട്. ടെക്നോളജി കാരണം കോളനി ഏരിയയിലെല്ലാം ബാത്റൂമുകൾ മാറ്റിയെന്നാ പറയുന്നത്. അതെ, എന്തോന്ന് കാണുന്നുണ്ട്? അപ്പൊ എന്താ കൊട കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഈ പോകുന്ന ഓരോ കള്ളക്കാപ്പികളോട് എന്തൊക്കെയാ കാണിച്ചു കൊടുക്കും. ഇന്ത്യയിലും ഉണ്ടടാ, നോക്കടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ മുട്ടക്കുന്നി പോയാലേ? ഓക്കെ, ആ മുട്ടക്കുന്നി പോവാ. ഒരുത്തൻ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്തോ ഉണ്ട്. അതെ, അവിടെ ഒന്നും ഇല്ലാത്തോണ്ടാണ് അവൻ മാത്രം നിക്കണം. മുട്ടക്കുന്നി എങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോയ പോരെ. നിനക്ക് അറിഞ്ഞൂടെ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അതെ, ഇൻട്രോവേർട്ടുകൾക്ക് ഒരു ശാപമാണ് അല്ലേടാ? അതെ അതെ, ഇൻട്രോവേർട്ടാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൂട്ടുകാരനെ തള്ളിയിട്ട് വന്ന മോനാണ്. ഈ പൊന്മുടി എന്നുള്ള പേരൊന്നും എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ്? സ്വർണ്ണ കളറിലുള്ള മുടിയാണ് ഇവിടെ. അതായത് ഇപ്പൊ ഈ പുല്ലില്ലേ, പുല്ല് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് നടക്കണ. കുപ്പിച്ചില്ലൊക്കെ ഉണ്ട് കേട്ടോ, അത് ഇഷ്ടം പോലെ. തറയിൽ നോക്കി കിടക്കണം കേട്ടോ. അതല്ലേ സാമൂഹ്യ വിരുദ്ധർ ഇത്രയും സ്ഥലങ്ങൾ നശിപ്പിക്കാതെ പ്ലാസ്റ്റിക് കൊണ്ട് നശിപ്പിച്ചിരിക്കണൊക്കെയാണ്. ഇതാണ് എനിക്ക് പിടിക്കാത്തത്, ലൈസിന്റെ കവറ്. അതെ, ഐസ്ക്രീമിന്റെ ഔട്ട്ലെറ്റ് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു, ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഓ, അത് ശരി. ഞാൻ പറഞ്ഞില്ല, വന്നിട്ട് ഒത്തിരി കാലമായി. 2-3 വർഷം തോന്നുന്നുണ്ടോ? ഫൈനൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഫൈനല്ല, ട്രക്കിംഗ് നിരക്കുകളാണ്. നോക്കാം. ട്രക്കിംഗ് നോക്കിയാൽ പൊന്മുടി എക്കോ ടൂറിസം ട്രക്കിംഗ് നിരക്കുകൾ
വരയാട് മുട്ട 9 അവേഴ്സാണ്. 5 മെമ്പർ 5000 രൂപ. അഡീഷണൽ ഫീ 1000. സ്പെഷ്യൽ ക്ലാസ് 2000. മരുത്വമല മരുത്വമല മണച്ചാല 6 അവറാണ്. 5 മെമ്പറാണ്. 5 മെമ്പർക്ക് 3500 വെച്ചിട്ടാണ്. അഡീഷണൽ ഫീ എന്തിനാണ്? അറിയാം അഡീഷണൽ ഫീയും സ്പെഷ്യൽ ഫീസും എന്താണ്? അത് ജസ്റ്റ് ഒന്ന് തിരക്കണം. സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്ലാസ്സിനുള്ളതായിരിക്കും. ശരി. ചെറുതായിട്ട് കോട ഇറങ്ങിയല്ലേടാ? അതെ, നീ അങ്ങോട്ട് നോക്കിയാണ് കോട പോകുന്നുണ്ടല്ലേ. ആരടാ അവർ കൂവണത്? കൂക്ക് കേൾക്കുന്നുണ്ടല്ലേ? നീ ഒരു കൂക്കിട്ടാ? ഞാൻ കൂക്കിട്ടാക്കി ശരിയാ. അംജിത്തെ, നിന്നെ കൂക്കിടാൻ ധൈര്യം ഉണ്ടോ? കൂക്കിടാനൊക്കെ ധൈര്യമുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു സ്പോട്ടിൽ വന്നിട്ട് ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്നത് ശരിയല്ല. അതിനോട് നമ്മൾ മാത്രമല്ലല്ലോ ഇവിടെ 100% ഞാനത് യോജിക്കുന്നുണ്ട്. അല്ലേ? നമ്മുടെ മാത്രം സ്ഥലമല്ല ഇത്. ആക്ച്വലി അത് മാത്രമല്ല, വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ വന്നിട്ട് എന്താ നമ്മൾ വലിയ കയറുന്നതിന് തെറ്റാ. അതെ, നമ്മളിങ്ങനെ റെസ്പോൺസിബിലിറ്റി ആവണത് ശരിയല്ലേ? അതെ, നല്ലൊരു ഫ്രെയിമാണ് കാണുന്നത് അല്ലേ? ഇതൊക്കെയാണ് നല്ല രസമുണ്ടല്ലേ? ഷോർട്ട് ഫിലിം എടുത്തൂടെ? എടുക്കാം. ഒക്കെയാണോടാ? നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമുണ്ടെന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് എന്താ ഇല്ലാത്തത്? അതെ, തിരുവനന്തപുരത്ത് എന്താ ഇല്ലാത്തത്? പിന്നെ പിന്നെ പറ. അതെ, പറഞ്ഞു കൊടുക്കും സുമിത്ത്. അങ്ങോട്ട് ബാക്കി സുമിത്ത് കൊല്ലം അല്ലേ? സ്മിത്ത് കൊല്ലം. ബോർഡർ നിന്നെ കളഞ്ഞു. ഇനി ജീവിതം മൊത്തം തിരുവനന്തപുരത്ത്. അതെ അതെ, തിരുവനന്തപുരത്ത് ഞാനുണ്ട്, നീയുണ്ട്, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാരും ഇല്ല. അതെ. നാണം വരുന്നാടാ ചെറുതായിട്ട്. എന്തിന് റൊമാൻറ്റിക് ആവുന്നുണ്ടോ? ഇതെന്തുവാടാ? നെല്ലാണോ നട്ടേക്കണ? നെല്ലാണോ നട്ടേക്കണ? നല്ല ഭംഗിയുണ്ടല്ലേ? ടവറ്, ഒരു കുഞ്ഞ് ടവറ്. അതിന്റെ താഴെ അതിന്റെ ചുറ്റാകെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ആ ഫെൻസിങ്ങിനകത്ത് നെല്ലാണെന്തോ. നെല്ലിനിടെ അത് നെല്ല് നട്ടേക്കുന്നത് അല്ലേ? കൊള്ളാല്ലേ അത്? നല്ല ഭംഗിയുണ്ട്. ഇത് സംഗതി ഈർപ്പം അതെ പിടിച്ച്. എനിക്ക് തോന്നുന്നതാ ഇത് എന്തോ റിസർച്ച് പരിപാടിക്ക് എന്തോ നട്ടുപിടിപ്പിച്ചേക്കാണെന്ന് തോന്നുന്നു. ആണോ? നമ്മളിതാ ഈ ഒരു മല വലിഞ്ഞു കയറി ഇതാ കാണുന്ന ടവറിന്റെ അടുത്തേക്ക് നമ്മൾ പോകുകയാണ്. വാച്ച് ടവറിലേക്ക് പോവുകയാണ് അല്ലേ? അന്ന സമയത്തുള്ള ആ ഒരു കോട അങ്ങ് പോയല്ലേ? ഒരു കുടയില്ല. അംജിത്തെ, എന്തു പറ്റിയേടാ? നീ വരുന്നില്ലേ? ഇവിടെ ഇരിപ്പായ? ഇഷ്ടപ്പെട്ടില്ലേ? അതാ ഇഷ്ടപ്പെട്ടില്ലേ? അതാ നടക്കാൻ പറ്റാത്തോണ്ടാ? നല്ല ഫ്രെയിം ഇല്ല? നോക്ക്, താഴെ പച്ചപ്പ്, മുകളിൽ നോക്കി നല്ല നീലാകാശവും പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും അല്ലേ? രസമുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കടാ സുമിത്തെ. ഒരു ഫോട്ടോ എടുത്തോട്. നല്ല ഫ്രെയിം. അതെ, കേറാൻ പറ്റാത്ത അംജിത്തിനെയും കൊണ്ട് നമ്മൾ ഈ കയറ്റം കയറുകയാണ്. കല്ലും ഉരുളം കല്ലും ഒക്കെ നിറഞ്ഞ പാതയിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. നടന്ന് കയറി അംജിത്ത് ക്ഷീണിച്ച്. അതെ, നീ എവിടെയാ കയറി നിൽക്കുന്നത്? വെത്തതാ എന്താ കാണിക്കണത്? പെട്ടെന്ന് റൊമാൻറ്റിക് ആയാണ്. തണുപ്പടിച്ചപ്പോഴത്തേക്കും അത് ശരി, കൊള്ളാം, രസമുണ്ട്. ഞാനൊരു ഫോട്ടോ എടുത്തു തരാം. കൊള്ളാം കേട്ടോ. ഒരുത്തനും കൂടെ കയറി വരികയാണെങ്കിൽ ടൈറ്റാനിക് കളിക്കാം. അതെ, നീ എന്നെ ഇവിടെ കഷ്ടിച്ചാൽ സൂക്ഷിക്കണേ, കാറ്റടിച്ച് തറക്കട്ടെ. താഴെ നല്ല വ്യൂ അല്ലേ? നമ്മള് വന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ രസമുണ്ട്. സുമിത്തും അംജിത്തും കൂടുതൽ റൊമാൻറ്റിക് ടൈറ്റാനിക് കളിക്കുകയാണ് ഗൈസ്. ഇവൻ ഈ കണ്ട പാറയുടെ മുകളിൽ മൊത്തം കേറി പോവുകയാണല്ലോ. എടാ, നിനക്ക് എന്ത് ഇതാണ്ടാ കിട്ടുന്നത്? അതെ, അവിടെ കയറി നിൽക്കണം. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റാ. ഇവിടെ ഇപ്പൊ
സോഡ കൊണ്ടുവരുന്നു. കോടയല്ല, കോട. നീ സോഡ എന്നല്ലടാ കേട്ടത്. ഞാൻ ഷോർട്ടാണ് നമ്മള് സോഡ എന്ന് പറയാറില്ല, ഷോഡ. ഓക്കെ ഓക്കെ. പിന്നെ അവൾ എപ്പോഴാണ് ഇറങ്ങുന്നത്? നമുക്ക് കുറച്ചുകൂടെ എടാ ഇത് നമ്മൾ പൊന്മുടിയുടെ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന മറ്റൊരു മലയാണ്. അതിന്റെ മുകളിൽ കയറാൻ പറ്റും നമുക്ക്. അത് ഏത് മലയാണ് ഗൈസ്? ആണോ? കൊള്ളാല്ലേ? അതെ, പക്ഷെ മഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ പ്രതീക്ഷ മഞ്ഞില്ലായിരുന്നല്ലേ? നമ്മളെ വന്ന സമയത്ത് കുറച്ച് കോട ഉണ്ടായിരുന്നു. ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര റഷായി. അതെ, നല്ലൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ല. വൈവായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്നപ്പോ ഇവിടെ അടുത്ത് നിൽക്കുന്ന ആളിനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞായിരുന്നു. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. വളരെ വിരളമായിട്ടേ കിട്ടത്തുള്ളൂ. അതെ, അടുത്ത് നിൽക്കുന്ന ആളിനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞായിരുന്നു. പിന്നെ അതെ, അന്ന് കിട്ടിയ പാടില്ലേ അത്? കാണുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയ കഫറ്റീരിയയാണ്. ഇവിടെ നമ്മളത് ചെറിയ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പൊന്മുടിയിലെ KTDCയിലെ ചേച്ചിമാർ നടത്തുന്ന കഫറ്റീരിയയിൽ നമ്മൾ വന്നിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? ചായ ഇല്ല. അതുകൊണ്ട് എന്താണ് കിട്ടിയത്? കാപ്പിയും കട്ടൻ ചായയും. കട്ടന് മാത്രം, ഇവിടെ പാല് കിട്ടത്തില്ല. അതെ, അതുകൊണ്ട് നമ്മൾ കട്ടൻ ചായയും കട്ടൻ കാപ്പിയാണ് പറഞ്ഞല്ലേ? അതെ, 3 ഇലയുടെയും പറഞ്ഞു. അതെ, കട്ടൻ കാപ്പി, കട്ടൻ ഇല, 3 ഇലയുടെ. അതെ, ഈ തണുപ്പത്ത് ചായ കുടിക്കാൻ, തണുപ്പത്ത് ചൂട് ചായ കുടിക്കാൻ അടിപൊളിയാണ്. എന്തോ ചായക്കല്ലേ ഇത് കട്ടൻ കാപ്പിയാ. അതല്ല, മോഹൻലാല് പറഞ്ഞ എന്താണ്, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുമെന്നാണ്. അത് തേയിലയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷെ ഇത് കാപ്പിയാണ്, കോഫിയാണ്. കൊള്ളാം. അതെ, എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ചായയില്ലേ? അതുപോലെ തണുപ്പത്ത് കഴിക്കുമ്പോഴത്തേ അതിൻ്റെതായ ഒരു പൊന്മുടിയിൽ വന്ന് ഇന്നലെ വിചാരിച്ചോ നമ്മളിന്ന് പൊന്മുടിയിൽ വന്നിരുന്നിട്ട് ചായ കുടിക്കുക? ഇലയുടെയാടാ ഇത് മറ്റേ എന്താ ഈ പേരെനിക്ക് അറിയായിരുന്നടാ. ഇവിടുത്തെ ഇലയാണ്. ഇതിന്റെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ചെടിയാണത്, വാഴയിലല്ല. ഇത് എന്ത് ഇലയാണെന്ന് വെച്ചാല് വലിയ ധാരണയില്ല. ചൂടുണ്ട്. എങ്ങനെയുണ്ടടാ? കഴിച്ചാ? ചൂടും, നല്ല ചൂടുണ്ട്. നല്ല വൈബ്. അപ്പൊ നമ്മളിത് കഴിക്കട്ടല്ലേ? കഴിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, അല്ല സുഹൃത്തുക്കളെ, നമ്മള് പൊന്മുടി കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നടാ? വളരെ നന്നായിരുന്നു. എന്താ മേടിച്ചത്? പൊന്മുടിയുടെ സ്വസിദ്ധമായിട്ടുള്ള രാമച്ചം പതിമുഖം. ഇനിയിപ്പോ ഉരച്ച് കുളിക്കാല്ലോ? ഉരച്ച് കുളിക്കാനല്ല, വെള്ളം ഇട്ട് കുടിക്കാൻ. ഓ, ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിനി പൊന്മുടിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ? ഇനി വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ മറ്റേ അവിടുന്ന് തേയില മേടിക്കണ്ടേ? ആവശ്യത്തിനുള്ള ഷോപ്പിംഗ് ആയിട്ടുണ്ട്. ഷോപ്പിംഗ് ഇഷ്ടം പോലെ 2 വീട്ടിൽ കൊടുക്കാം. ഓക്കെ. എന്നാലും സ്വന്തം വീട്ടിൽ കൊടുക്കില്ലേ? അതെ. ഓക്കെ, അപ്പം നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടാ? വീഡിയോ വേണമെങ്കിൽ താഴത്തെ പച്ച ബോർഡിന്റെ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ കല്ലാറ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പൊന്മുടിയുടെ കാഴ്ചകളാണ് നമ്മൾ ഫുള്ള് കണ്ടത് അല്ലേടാ? തീർച്ചയായും. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ട്രിപ്പ് അടിപൊളിയായിരുന്നു. കോട കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇനി നമുക്ക് KSRTCയിൽ ഒരു തവണ കൂടെ പൊന്മുടിയിൽ വരണം. അതെ, KSRTCയിൽ വരുന്നത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് കേട്ടുണ്ട്. എന്നാലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം വരുന്നതായിരിക്കും നമ്മളും അല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് ഒരു 79 രൂപ ടിക്കറ്റ് എന്നല്ലേ ആ ചേട്ടൻ പറഞ്ഞത്? അതെ. അപ്പൊ നമുക്ക് ടിക്കറ്റ് ചിലപ്പോ റേറ്റ് മാറാം. എന്നാലും KSRTCയിൽ കൂടെ നമുക്കൊന്ന് വന്ന് നോക്കാം. അതെ,
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടാറ്റ. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, താങ്ക് യു.